പൊയ്യ മടത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് എല്ലാ സൗകര്യങ്ങളോടും കൂടി 3 മാസത്തിനുള്ളിൽ പ്രവർത്തന സജ്ജമാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. 9 മാസം കഴിഞ്ഞിട്ടും നടപ്പിലാക്കാത്തതിനെ തുടർന്ന് ഫയൽ ചെയ്ത കോടതി അലക്ഷ്യ കേസ് ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് തട്ടകത്താണ് കേസ് ഫയൽ ചെയ്തത്. സംസ്ഥാന ചീഫ് സെക്രട്ടറി ജയതിലക്, അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ എന്നിവർക്കെതിരെയാണ് ഷാൻഡി ജോസഫ് കോടതി അലക്ഷ്യം ഫയൽ ചെയ്തിരിക്കുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞ് 2 വർഷമായിട്ടും മടത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് ഷാൻഡി ജോസഫ് സർക്കാരിലേക്ക് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. 2 മാസത്തിനുള്ളിൽ ഈ വിഷയത്തിൽ തീർപ്പുണ്ടാക്കാൻ ഉത്തരവിട്ടെങ്കിലും സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മോശമായതിനാൽ പൊയ്യ ഗ്രൂപ്പ് വില്ലേജ് വിഭജിച്ച് മടത്തുംപടി സ്മാർട്ട് വില്ലേജ് പ്രവർത്തിപ്പിക്കാൻ മതിയായ ജീവനക്കാരെ നിയമിക്കാൻ സാധ്യമല്ല എന്നാണ് സർക്കാർ അറിയിച്ചത്. ഇതിനെ തുടർന്ന് വീണ്ടും ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ 3 മാസത്തിനുള്ളിൽ വില്ലേജ് ഓഫീസ് തുറക്കാൻ കോടതി ഉത്തരവിട്ടു. എന്നാൽ നവംബർ മാസത്തോടെ സർക്കാർ ആവശ്യപ്പെട്ട സമയവും പൂർത്തിയായിട്ടും തുറക്കാൻ നടപടി സ്വീകരിക്കാത്തതുകൊണ്ടാണ് കോടതി അലക്ഷ്യം ഫയൽ ചെയ്തതെന്ന് ഷാൻഡി ജോസഫ് പറഞ്ഞു. 9 മാസമായിട്ടും ഈ വില്ലേജ് ഓഫീസ് തുറക്കാൻ ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായില്ല. അതിനെ തുടർന്നാണ് ഹൈക്കോടതിയിൽ സംസ്ഥാന ചീഫ് സെക്രട്ടറിയും റവന്യൂ സെക്രട്ടറിയും ഉൾപ്പെടുത്തിക്കൊണ്ട് കോടതി അലക്ഷ്യ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. എന്തു തന്നെയായാലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ വില്ലേജ് ഓഫീസ് തുറക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതുവരെയും ഈ വില്ലേജ് ഓഫീസ് തുറക്കുവാനായിട്ട് ഒരു ജനപ്രതിനിധികളും ഇതിന് ഒരു താല്പര്യവും കാണിച്ചില്ല എന്നുള്ളതും ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. മീഡിയ ടൈം, മാള.